അയോധ്യയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് കടക്കുകയാണ്. 7000-ഓളം ക്ഷണിക്കപ്പെട്ട അതിഥികളുണ്ട്. രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന ഭക്തരുടെ വലിയ ഒഴുക്ക് കാണാം. ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കപ്പെടുന്ന ഒരു തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രമായ അയോധ്യ മാറുന്നു. അയോധ്യയുടെ മുഖഛായയാകെ മാറ്റിക്കൊണ്ട് ആഘോഷ ലഹരിയിലാണ് ആ നഗരം ഇപ്പോഴുള്ളത്. വർണ്ണാഭമായ കാഴ്ചകളാണ് എങ്ങുമുള്ളത്. പൂക്കളാൽ അലങ്കരിക്കപ്പെട്ട വീഥികളിൽ സദാ രാമസങ്കീർത്തനങ്ങൾ മുഴങ്ങുന്നു. ഇപ്പോൾ ക്ഷണിക്കപ്പെട്ട അതിഥികൾ, വിശിഷ്ട വ്യക്തികൾ വേദിക്കരികെ അവർ ഇരിപ്പിടങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി അയോധ്യ വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഹെലികോപ്റ്ററിൽ അദ്ദേഹം പ്രധാന വേദിയിലേക്ക്, ക്ഷേത്രത്തിലേക്ക് എത്തും. അതിനുശേഷം സരയൂ നദിയിൽ പ്രധാനമന്ത്രി സ്നാനം ചെയ്യുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ തീർച്ച ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു വിവരം നൽകിയിട്ടില്ല. പക്ഷേ 1 മണിക്കൂർ സമയം മാറ്റിവെച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ സരയൂ നദിയിൽ സ്നാനം ചെയ്യുന്നതിന് വേണ്ടിയാകാം എന്ന് കരുതപ്പെടുന്നുണ്ട്. ഏതായാലും കനത്ത സുരക്ഷാ വലയത്തിലാണ് അയോധ്യ നഗരം പൂർണ്ണമായും. 3 തലത്തിലുള്ള 3 ടയർ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. വിശിഷ്ട വ്യക്തികൾ, അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഭക്തർ എത്തിയിട്ടുണ്ട്. വലിയ തീർത്ഥാടന കേന്ദ്രമായി അയോധ്യ മാറുന്നതിൻ്റെ ലക്ഷണം കൂടിയായി ഇതിനെ നമുക്ക് പരിഗണിക്കാം. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് വരികയാണെങ്കിൽ 12:29 മുതൽ 31 വരെയുള്ള 84 സെക്കൻഡ് നേരമാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലെ ഏറ്റവും സവിശേഷമായ മുഹൂർത്തം, ഏറ്റവും നിർണായകമായ മുഹൂർത്തം എന്ന് പറയാം. വിഗ്രഹത്തിലേക്ക്, മൂർത്തിയിലേക്ക് ചൈതന്യം പകർന്നു നൽകുന്ന, ജീവൻ പകർന്നു നൽകുന്ന, പ്രാണൻ പകർന്നു നൽകുന്ന ഏറ്റവും സുപ്രധാനമായ ചടങ്ങാണ് 12:29 മുതൽ 31 വരെയുള്ള 84 സെക്കൻഡ് നേരം. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പുരോഗമിക്കുമ്പോൾ പലയിടങ്ങളിലും, രാജ്യത്തിലെ പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. അങ്ങനെ ആഘോഷ പരിപാടികൾ നടക്കുന്ന ഒരു ഇടമാണ് സുൽത്താൻ ബത്തേരിയിലെ മഹാഗണപതി ക്ഷേത്രം. അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്തുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ മുതിർന്ന നേതാവ് പ്രകാശ് ജാവ്ദേക്കർ, അതോടൊപ്പം തന്നെ പ്രകാശ് ജാവ്ദേക്കർക്കൊപ്പം തുഷാർ വെള്ളാപ്പള്ളിയും ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിലെ മഹാഗണപതി ക്ഷേത്രത്തിലുണ്ട് എന്നാണ്. സുർജിത്ത് അയ്യപ്പത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സുൽത്താൻ ബത്തേരിയിലെ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും വിവരങ്ങളുമായി. സുർജിത്ത്, ഇപ്പോൾ ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ പുരോഗമിക്കുമ്പോൾ ഈ സുൽത്താൻ ബത്തേരിയിലെ മഹാഗണപതി ക്ഷേത്രത്തിൽ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ആഘോഷങ്ങളാണോ നടക്കുന്നത്? ഗോപികൃഷ്ണൻ, അല്പസമയം മുമ്പാണ് ഇവിടെ ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നത്. പ്രകാശ് ജാവ്ദേക്കർ അല്പസമയം മുമ്പാണ് ഇവിടേക്ക് എത്തിയത്. അദ്ദേഹം ഭജനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മുൻ കേന്ദ്രമന്ത്രി, അതോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന പ്രഭാരി എന്നീ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടേക്ക് അല്പസമയം മുമ്പ് എത്തുകയും ക്ഷേത്ര ദർശനത്തിന് ശേഷം ഇവിടേക്ക് എത്തി ഇപ്പോൾ ഭജനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തുഷാർ വെള്ളാപ്പള്ളി അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. ഇരുവരും ഒരുമിച്ച് ഇരുന്നാണ് ഇവിടെ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ, ഓഡിറ്റോറിയത്തിലെ വേദിയിലാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട, അതായത് അയോധ്യയിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണം ഉൾപ്പെടെ ഇവിടെ വീഡിയോ വാളിൽ ഉണ്ട്. അത് ഇവിടെ ഒരുമിച്ചിരുന്നു കൊണ്ട് കാണും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഹിന്ദു ഐക്യവേദി, അതോടൊപ്പം തന്നെ വിവിധ ക്ഷേത്ര സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള നേതാക്കൾ, BJPയുടെ നേതാക്കൾ എല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ധാരാളം ഭക്തരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഇവിടെ വേദിയിൽ ആസനസ്ഥനായി ഇരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. പ്രകാശ് ജാവ്ദേക്കറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഭജന ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ ഭജനയിൽ ഭാഗവാക്കാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹം താളം പിടിച്ചുകൊണ്ട് ഈ ഭജനയുടെ ഭാഗമാകുന്നു. ആ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ വേദിയിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്, ഭജന നടന്നുകൊണ്ടിരിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളി അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. ഇതിനുശേഷം ഇരുവരും ഒരുമിച്ചിരുന്നു കൊണ്ടാകും ഈ ചടങ്ങുകൾക്ക് സാക്ഷിയാകുക. എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഈ സുൽത്താൻ ബത്തേരിയിലെ മഹാഗണപതി ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അദ്ദേഹം ഭജനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആ ഭജനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കീർത്തനങ്ങളെല്ലാം തന്നെ ആലപിച്ചുകൊണ്ടാണ് ഈ ഭജന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അയോധ്യയിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണം, അതായത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ തത്സമയ സംപ്രേഷണം ഈ വേദിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ആ വേദിയിൽ അതുമായി ബന്ധപ്പെട്ട അത് കൃത്യമായ രീതിയിൽ തന്നെ ഇതിന് പുറകിലായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഭജന. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പുരോഗമിക്കുമ്പോൾ വയനാട് സുൽത്താൻ ബത്തേരിയിലെ മഹാഗണപതി ക്ഷേത്രത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഭക്തരുടെ
ഭജന നടക്കുകയാണ്. അവിടെ BJPയുടെ സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഉണ്ട്. തുഷാർ വെള്ളാപ്പള്ളി അല്പസമയത്തിനകം എത്തും എന്നും സുർജിത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞു. അയോധ്യയിലേക്ക് വീണ്ടും വിജയകുമാർ നമ്മളോടൊപ്പമുണ്ട്. വിജയകുമാർ, ക്ഷണിക്കപ്പെട്ട 7000-ഓളം അതിഥികളിൽ ഭൂരിഭാഗവും അയോധ്യയിലെത്തുമ്പോൾ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുകയാണ് LK അഡ്വാനി. ഒരുപക്ഷെ രാമക്ഷേത്ര നിർമ്മാണത്തിലേക്കും രാമജന്മഭൂമി പോരാട്ടത്തിലേക്കുമൊക്കെ BJPയെ നയിച്ചത് അഡ്വാനി നേതൃത്വം കൊടുത്ത രഥയാത്രയായിരുന്നു. അന്നത്തെ സാരഥിയായ LK അഡ്വാനി ഇന്ന് രാമക്ഷേത്രം ഉയർന്നവിടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുമ്പോൾ അദ്ദേഹം അതിന് സാക്ഷ്യം വഹിക്കാൻ സ്ഥലത്തെത്തിയിട്ടില്ല. അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയനാവുകയാണോ LK അഡ്വാനി? LK അദ്വാനിയുടെ അസാന്നിധ്യം നേരത്തെയും അല്ലെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിച്ചോ ഇല്ലയോ, അദ്ദേഹത്തോട് ക്ഷണിച്ചെങ്കിലും അദ്ദേഹത്തോട് പങ്കെടുക്കേണ്ടതില്ല എന്ന് അദ്വാനിയോടും മുരളി മനോഹർ ജോഷിയോടും പറഞ്ഞു. ആ മട്ടിലൊക്കെയുള്ള വാർത്തകളും വിവാദങ്ങളും വളരെ സജീവമാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ആഴ്ചയാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞത് അദ്വാനി എത്തും, അദ്ദേഹത്തിന് ചാർട്ടേഡ് ഫ്ലൈറ്റ് തന്നെ അയോധ്യ തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ആ ഫ്ലൈറ്റിലെത്തും എന്ന്. പക്ഷേ ഇപ്പോഴറിയുന്നു അദ്ദേഹം എത്തുന്നില്ല, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം യാത്ര മാറ്റി എന്നത്. തന്നെയുമല്ല, അദ്ദേഹത്തിന് അങ്ങനെ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നോ എന്നത് നമുക്കറിയില്ല. അത് അത്തരമൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ചമ്പത് റായ്, ഈ ട്രസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ, അദ്ദേഹം പറഞ്ഞത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തോട് വരണ്ട എന്ന് നേരത്തെ പറഞ്ഞിരുന്നു എന്നാണ്. ഇപ്പോഴും അങ്ങനെ ഒരു വിശദീകരണമാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ അദ്വാനിയുടെയും LK അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും അസാന്നിധ്യം ചർച്ചയാകുന്നുണ്ട്, അത് ശ്രദ്ധേയമാകുന്നുമുണ്ട്. ഇരുവരും അയോധ്യ മൂവ്മെന്റിന്റെ ഭാഗമായി വലിയ തോതിൽ പ്രക്ഷോഭപാതയിൽ സഞ്ചരിച്ച ആളുകളാണ്. അദ്വാനിയുടെ രഥയാത്ര, അതുപോലെ കർസേവ സമയത്തെ അദ്വാനിയുടെ സാന്നിധ്യം, പിന്നീടുണ്ടായ കേസുകളൊക്കെ നമുക്കറിവുള്ളതാണ്. പക്ഷേ എന്തായാലും ഈ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഇല്ല. അവരുടെ അസാന്നിധ്യം സ്വാഭാവികമായും ആ നിലയ്ക്ക് ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗോപി, അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധിയുടെ ഒരു ട്വീറ്റ്, ഒരു എക്സിൽ അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പ് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇന്ന് ക്ഷേത്രത്തിൽ പോകാൻ അനുമതിയുള്ള ഇന്ത്യയിലെ ഏകയാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമാണ് എന്ന്. കാരണം അസമിലെ ഈ ന്യായയാത്ര അസമിലൂടെ കടക്കുമ്പോൾ ഒരു ക്ഷേത്ര ദർശനത്തിന് അദ്ദേഹത്തിന് അനുമതി ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അനുമതി നിഷേധിച്ചു, അദ്ദേഹത്തെ തടഞ്ഞു. അതിനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനയിലൊപ്പമാണ് ഈ അയോധ്യയിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാത്രയെ പരോക്ഷമായി പരാമർശിച്ചിരിക്കുന്നത്. ഏതായാലും ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ദിവസവും ഇതിനോടനുബന്ധിച്ചും ഇതിനോട് ചേർന്നുമൊക്കെ വിവാദങ്ങൾ ഇങ്ങനെ കൊഴുക്കുന്നുണ്ട് എന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. തമിഴ്നാട്ടിൽ ഇന്നലെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചത്. തമിഴ്നാട് സർക്കാർ ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠയുടെ വിജയകുമാർ, ഇപ്പോൾ എത്താം. അയോധ്യ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഒരു ദൂരക്കാഴ്ചയിൽ കാണാൻ കഴിയുന്നുണ്ട്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി ക്ഷേത്ര പരിസരത്ത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങും.